പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെയാണ്. അപ്രകാരം ചിന്ത നട്ടും ആലോചിച്ചും ഗ്രഹിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളും ധാരാളമാണ്. എന്നാൽ അത് കാണാനും കേൾക്കാനും അറിയാനും അവസരമുണ്ടാക്കാതെ ബധിരരെ പോലെ, ഊമകളെപ്പോലെ, അന്ധന്മാരെപ്പോലെ വർത്തിക്കുന്നു അവിശ്വാസികൾ. അത് കാരണത്താൽ ഫഹും ലാ യഅഖിലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അനന്തരഫലം എന്ത് എന്നുള്ളത് ഇവിടെ ഉണർത്തുകയാണ്. ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ പരിണിത ഫലം എന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനാൽ അത് കാരണത്താൽ അവർക്ക് ഗ്രഹിച്ചു മനസ്സിലാക്കുവാൻ, ചിന്തിച്ചു ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇവിടെയും അഖിൽ, ബുദ്ധി, അഖ്ലു റുഷ്ദിൻ, സന്മാർഗത്തിൻ്റെയും നേർവഴിയുടെയും അഖിലാണ്, അല്ലാതെ അഖ്ലുൽ ഇദ്രാഖ്, ഗ്രാഹ്യതയുടെ അഖിലല്ല. നമ്മൾ മുമ്പത്തെ വചനത്തിൽ അഖിൽ രണ്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളൊക്കെ നമ്മൾ പലത് പറഞ്ഞതാണ്. തങ്ങൾക്ക് നേർവഴിയാകേണ്ട, സൽസരണിയാകേണ്ട, സന്മാർഗം ലഭിക്കേണ്ട വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും അഖിൽ അതവർക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഫഹും ലാ യഅഖിലൂൻ എന്നതിനാൽ ഉദ്ദേശം. മുമ്പ് നമ്മൾ സൂറത്തുൽ ബഖറയിലെ 18-ാം വചനത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞുപോയതും പഠിച്ചതുമായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മുൻ ബദിരർ, ബുക്മുൻ ഊമകൾ, ഉമ്യുൻ അന്ധന്മാർ എന്ന് വിധിച്ച വിശേഷിപ്പിച്ച ഈ ആൾ വിഭാഗം അവിടെ കപടവിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ കണ്ണും കാതും നാക്കുമൊക്കെ ഉള്ളവരാണ്. അവർ വാചാട്ടോപ്പികളാണ്. കണ്ട് കേട്ട് ആവിഷ്കരിക്കുവാനും അറിയിക്കുവാനും നല്ല കെൽപ്പുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവർ സംസാരിക്കുകയാണ് എങ്കിൽ, പറയുകയാണ് എങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടിരുന്നു പോകും. അത്രമേൽ വാചാട്ടോപ്പികളാണ്, സ്ഫുടഭാഷികളാണ് അവർ എന്ന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ബദിരർ, ഊമകൾ, അന്ധന്മാർ എന്ന് വിശേഷിപ്പിച്ചത്, വിധിച്ചത്. അപ്പോൾ അവരുടെ ബധിരതയും മൂകതയും അന്ധതയും ഏത് വിഷയത്തിലാണ്? അവർക്ക് ഉപകാരപ്പെടേണ്ട, ഫലപ്രദമാകേണ്ട സത്യത്തിൻ്റെ വിഷയത്തിലാണ്. വജഅൽനാ ലഹും സമഅൻ വഅബ്സാറൻ വഅഫ്ഇദ ഫമാ അഗ്നാ അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദതുഹും മിൻ ഷൈ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. നാം അവർക്ക് കേൾവിയെയും കാഴ്ചകളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്രകാരം വഅഫ്ഇദ, ഹൃദയങ്ങളും പടച്ചിട്ടുണ്ട്. പക്ഷേ ഫമാ അഗ്നാ അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദതുഹും മിൻ ഷൈ, അവരെ തൊട്ട് അവരുടെ കേൾവിയാകട്ടെ, അവരുടെ കാഴ്ചകളാകട്ടെ, അവരുടെ കൽബുകളാകട്ടെ അവർക്കൊട്ടും ഉപകരിച്ചില്ല, ഉപകാരം ചെയ്തില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെയാണ് ഇവിടെയും തനിക്ക് ഉപകാരപ്പെടാത്തത്, തന്നെ തൊട്ട് ഉപയോഗശൂന്യമായത് അത് നഷ്ടപ്പെട്ടവനെ പോലെയാണ്, അതില്ലാത്തവനെ പോലെയാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അവർക്ക് കൽബുകളുണ്ട്, അതുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അതുകൊണ്ട് അവർ കേൾക്കുന്നുമില്ല. ഫലത്തിൽ കൽബും കണ്ണും കാതും ഇല്ലാത്തവരാണ് അവർ എന്നുള്ളതാണ്. ഖാനബ് ഇബ്നു ഉമ്മി സാഹിബ് ചൊല്ലിയൊരു കവിതയിൽ ഇപ്രകാരമുണ്ട്: സുമ്മൻ ഇദാ സമിഉ ഖൈറൻ ദുകിർതു ബിഹി വ ഇൻ ദുകിർതു ബിസൂഇൻ ഇൻദഹും അദിനു എന്നാണ്. എന്നെക്കുറിച്ചൊരു ഖൈറാണ് പറയപ്പെട്ടത് അവർ കേൾക്കുന്നതെങ്കിൽ അവർ ബധിരരാണ്. സുമ്മൻ വ ഇൻ ദുകിർതു ബിസൂഇൻ ഇൻദഹും, അവരോട് എൻ്റെ ഒരു ദൂഷ്യമാണ് പറയപ്പെടുന്നതെങ്കിൽ അദിനു എന്നാണ്, അവർ അത് കാതുകൊടുത്ത് കേൾക്കും എന്നാണ്. മറ്റൊരു കവി പറഞ്ഞു: അസമ്മു അനിൽ അംരില്ലദീ ലാ ഉരീദുഹു വ അസ്മഉ ഖൽഖല്ലാഹി ഹീന ഉരീദു എന്നാണ്. ഞാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യം, അതിൽ ഞാൻ ബധിരനാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന അവസരത്തിൽ അള്ളാൻ്റെ പടപ്പുകളിൽ ഏറ്റവും കേൾക്കുന്നവൻ ഞാനാണ്. ഇവിടെ ഒരേ വ്യക്തിയാണ്. ഒരു സമയം ബധിരനാണ്, മറ്റൊരു സമയം അയാൾ തന്നെ നന്നായി കേൾക്കുന്നവനാണ്. ബധിരത അതുപോലെ കേൾവി, രണ്ട് സന്ദർഭങ്ങളിൽ, രണ്ട് വിഷയങ്ങളിൽ. ഇതുപോലെയാണ് കാഴ്ചയുടെയും അതേപോലെ തന്നെ സംസാരത്തിൻ്റെയും ഒക്കെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഭാഗത്തെക്കുറിച്ച് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ എന്നൊക്കെ വിധിച്ചുവോ വിശേഷിപ്പിച്ചുവോ, അവർ തീരെ കേൾക്കാത്തവരോ
കാണാത്തവരോ സംസാരിക്കാത്തവരോ അല്ല. പ്രത്യുത നന്നായി കാണുന്നവരും കേൾക്കുന്നവരും സ്ഫുടഭാഷികളായ സാഹിത്യകാരന്മാരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശേഷണവും വിധിയും ആരെക്കുറിച്ച് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിതരായ അവിശ്വാസികളെക്കുറിച്ചാണല്ലോ ഈ വിധിയും വിശേഷണവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ അന്നാളുകളിലെ അറബികൾ സാഹിത്യകാരന്മാരാണ്, കവികളാണ്, പ്രാസംഗികന്മാരാണ്. അവർ മൊഴിഞ്ഞ ഹിക്കമുകൾ, തത്വങ്ങൾ, അവരുടെ അംസാൽ, ഉപമകൾ, അവർ പറഞ്ഞ ഖസസ്, കഥകൾ, അതേപോലെ അവർ ഗോത്രങ്ങളുടെയും തറവാടുകളുടെയും പേരിൽ പരസ്പരം പെരുമ പറഞ്ഞ, മേനി പറഞ്ഞ പ്രയോഗങ്ങൾ, അപ്രകാരം വ്യക്തികൾ പരസ്പരം താൻ പോരിമ പറഞ്ഞിരുന്ന വിഷയങ്ങൾ സൂക്കു കാതിലും മിജന്നയിലും മറ്റു അറബികളുടെ അറിയപ്പെട്ട സൂക്കുകളിലുമൊക്കെ അവർ നടത്തിയിരുന്നതായ പ്രസംഗങ്ങളും ഗദ്യാവിഷ്കാരങ്ങളും അതേപോലെ അവരുടെ സാരോപദേശങ്ങളും വസീയത്തുകളും അപ്രകാരം ജ്യോത്സ്യന്മാരുടെ പ്രാസമൊപ്പിച്ചിട്ടുള്ള പ്രയോഗങ്ങളും മറ്റുമൊക്കെ നമ്മളെത്ര വായിക്കുന്നു ചരിത്രത്തിൽ. ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ വിശിഷ്യ അവരിലെ പ്രാസംഗികന്മാർ, അതേപോലെ അവരിലെ കവികൾ ഗദ്യത്തിലും പദ്യത്തിലും അവരുടെ തികവും മികവും ഏവരെയും അത്ഭുതപ്പെടുത്തുമാറാണ് ചരിത്രം ക്രോഡീകരിച്ചിട്ടുള്ളത്. അവരെക്കുറിച്ചാണ് പറയുന്നത് സുമ്മും ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ എന്ന്.